ഹായ് ഓൾ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് CUET നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിലാണ്. മെഡിക്കൽ കോളേജിനടുത്തുള്ള ഇയോൺ ഡിജിറ്റലിൽ. അവിടെ CUET PG പരീക്ഷ എഴുതുന്നതിനായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്. ഷിഫ്റ്റ് 3 സുവോളജി, ഫ്രഞ്ച് പോലുള്ള പല പരീക്ഷകളും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികളിൽ നിന്നും CUET PG 2022 നിന്നും എത്രത്തോളം വ്യത്യാസം CUET PG 2023 വരുമ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവരിൽ തന്നെ നേരിട്ട് അറിയുന്നതിനായിട്ടാണ് ഞങ്ങളിന്നിവിടെ വന്നിരിക്കുന്നത്. സോ അവരുടെ പരീക്ഷ കഴിയുന്നതിനൊപ്പം തന്നെ നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോവാം. ഏത് പരീക്ഷ എഴുതിയ? CUET MSc Sociology എൻട്രൻസ്. രണ്ടാളും എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അധികം ഉണ്ടായിരുന്നത്. വിചാരിച്ചാലും എളുപ്പമായിരുന്നു. പ്രിപ്പറേഷനൊക്കെ എങ്ങനെയായിരുന്നു? പ്രിപ്പറേഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. മോസ്റ്റ്ലി ഈ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ ഒരു പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തതാണ്. സെക്കൻഡ് ടൈമാണ്. അതെ. പാർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പാർട്ട് അധികം ഡയറക്റ്റ് ആയിരുന്നു വന്നത്. GK ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ടഫ് ആയിരുന്നോ? അല്ല, ഈസി ആയിരുന്നു. ആയിട്ട് ചോദിച്ചിട്ടില്ല. ഒരു എസ്സേ തന്നു, ലൈക്ക് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂവിൻ്റെ എസ്സേ തന്നു. ആ എസ്സേയിൽ തന്നിട്ടുള്ള ചില വാക്കുകളുടെ അർത്ഥങ്ങൾ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചത്. പിന്നെ ഇൻട്രസ്റ്റ് കോമൺ ആയിട്ടുള്ള ചോദ്യം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഏത് യൂണിവേഴ്സിറ്റിയാണ് നോക്കുന്നത്? എല്ലാ യൂണിവേഴ്സിറ്റിയും നോക്കുന്നുണ്ട്. എല്ലാം കൊടുത്തിട്ടുണ്ട്. യെസ്, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഏത് പരീക്ഷ എഴുതിയ? സുവോളജി. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. സിലബസ് ഒക്കെ അനുസരിച്ചാണോ വന്നത്? അതെ, സിലബസ് അനുസരിച്ച്. പാർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പാർട്ട് കുഴപ്പമില്ല, ഇംഗ്ലീഷൊക്കെ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ആൻഡ് ഏത് യൂണിവേഴ്സിറ്റിയാണ് നോക്കുന്നത്? പോണ്ടിച്ചേരിയാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ സുവോളജി പോണ്ടിച്ചേരി ഇല്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി ലൈഫ് സയൻസ് ഉണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നാളെയാണ് എക്സാം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, കുറച്ച് ടഫ് ആയിരുന്നു. സിലബസ് ഒക്കെ അനുസരിച്ച് പ്രിപ്പയർ ചെയ്തിരുന്നോ? കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം. പാർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പാട്ടേ കുഴപ്പമില്ല. പാർട്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നോ? ഇല്ല, അതിലങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 100 എത്ര ക്വസ്റ്റ്യൻസ് ശരിയായിട്ടുണ്ടോ ഏകദേശം? ശരിയായത് അറിയത്തില്ല. ഞാൻ ഒരു 8 അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ 75-ൽ എത്ര എണ്ണം, അതായത് പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ എത്ര എണ്ണം ആൻസർ ചെയ്തിട്ടുണ്ടാവും? ഞാൻ എബവ് 40 ആൻസർ ചെയ്തു. പാർട്ട് എയിൽ ഐ തിങ്ക് 16 or 17. അതിലേത് ഭാഗമായിരുന്നു എളുപ്പം? പാർട്ട് എയിൽ ഇംഗ്ലീഷ് ആയിരുന്നോ? അനലിറ്റിക്കൽ റീസൺ? ഇംഗ്ലീഷ് കോംപ്രഹെൻസീവ് ക്വസ്റ്റ്യൻസ് സുഖമായിരുന്നു. ഓക്കെ. സോ ഏത് യൂണിവേഴ്സിറ്റിയാണ് നോക്കുന്നത്? ഞാൻ കൊടുത്തത് ഇന്നിപ്പോൾ സുവോളജി കൊടുത്ത ഡൽഹി കൊടുത്തിട്ടുണ്ട്, കേരള കൊടുത്തിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് കേരള. സെലക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഓക്കെ. സോ മൊത്തം ഒരു 60 ക്വസ്റ്റ്യന് മേലെ ആൻസർ ചെയ്തിട്ടുണ്ടാവും? ഇല്ല, ഒരു 54 സംതിങ് ആൻസർ ചെയ്തിട്ടുണ്ട്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കമ്പാരേറ്റീവ് ടഫായിരുന്നു. മോർ റിസർച്ച് റീസെൻറ്റ് ടൈപ്പ് ഒക്കെയാണ്. ഒരു സെൻറ്റൻസ് കോംപ്ലിക്കേറ്റഡ് ആണ് സംഭവം. കറക്റ്റ് എക്സാക്റ്റ് ആൻസറിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. ഏകദേശം ടഫായിരുന്നു. പാർട്ട് എ ആണോ ബി ആണോ, ഏതായിരുന്നു കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത്? കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലൊക്കെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാം. വലിയ പാരഗ്രാഫ് ആയിരുന്നു, അത് വായിച്ചുണ്ടാക്കാൻ നല്ല ടൈം എടുക്കുന്നുണ്ട്. ടൈം തികയാത്തൊരു വിഷയം ഉണ്ടായിരുന്നു മൊത്തത്തിൽ. ടൈം മാനേജ്മെന്റ് നല്ല പ്രശ്നമുണ്ടായിരുന്നു. ഓക്കെ. സോ ഏത് യൂണിവേഴ്സിറ്റിയാണ് നോക്കുന്നത് മെയിനായിട്ട്? CUET നോക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഞങ്ങൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ഡൽഹി എല്ലാം നോക്കുന്നുണ്ട്. എല്ലാ സെലക്ടുകൾ കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ നിങ്ങൾ കണ്ടു. ചിലർക്ക് പരീക്ഷ എളുപ്പമായിരുന്നു, മറ്റു ചിലർക്ക് പാർട്ട് ബി അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് ആൾക്കാർക്കൊന്നും 100% ചോദ്യങ്ങളും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നെഗറ്റീവ് മാർക്കുള്ള ഒരു പരീക്ഷയാണ്, അതുകൊണ്ട് തന്നെ അറിയാവുന്ന ഉത്തരങ്ങൾ മാത്രമേ ഒരുവിധം എല്ലാ സ്റ്റുഡൻസും ചെയ്തിട്ടുള്ളൂ. പാർട്ട് എയിലേക്ക് വരുമ്പോഴേക്കും ആരും തന്നെ 20 ചോദ്യത്തിന് മുകളിലൊന്നും ആൻസർ ചെയ്തതായിട്ട് ആരും തന്നെ അഭിപ്രായപ്പെട്ടില്ല. ഇംഗ്ലീഷിൽ പാസേജ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ടൈം തികയാത്തൊരു വിഷയം കൂടെ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് ടൈം കിട്ടിയില്ല എന്നുള്ളൊരു അഭിപ്രായവും വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ വിവരങ്ങളൊക്കെ തന്നെ ഒന്ന് ഓർത്ത് വെച്ച് അടുത്ത പരീക്ഷകൾക്കായിട്ട് നല്ലപോലെ തയ്യാറെടുക്കുക. ഇതുപോലെ റിവ്യൂസൊക്കെ എടുക്കുന്നതിനായിട്ട് പ്രപ്പോയ്സ് UG+ൻ്റെ ടീം അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവും. കാണുകയാണെങ്കിൽ റിവ്യൂ തരാൻ മറക്കാതിരിക്കുക. സ്റ്റേ ട്യൂൺ ടു പ്രപ്പോയ്സ്.